രണ്ടാം ഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ബി.ജെ.പി. ആദ്യ പട്ടികയിൽ സീറ്റില്ലാതിരുന്ന കുമ്മനം രാജശേഖരനെയും ബി. ഗോപാലകൃഷ്ണനെയും ഉൾപ്പെടുത്തിയാണ് പട്ടിക. തിരുവനന്തപുരം മണ്ഡലം ഒഴിച്ചിട്ട പട്ടികയിൽ സിപിഐ വിട്ട് ബി.ജെ.പിയിലെത്തിയ സി മുകുന്ദനും ഉൾപ്പെടുന്നുണ്ട്. 39 സ്ഥാനാർത്ഥികളെയാണ് ബി.ജെ.പി രണ്ടാം ഘട്ടത്തിൽ പ്രഖ്യാപിച്ചത്. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ മുതിർന്ന നേതാക്കളായ കുമ്മനം രാജശേഖരൻ, പി.എസ്. ശ്രീധരൻപിള്ള, എം.ടി. രമേശ്, ബി. ഗോപാലകൃഷ്ണൻ എന്നിവരെ ഒഴിവാക്കിയത് ചർച്ചയായിരുന്നു. ഇതോടെ കുമ്മനം രാജശേഖരനെയും ബി. ഗോപാലകൃഷ്ണനെ ഉൾപ്പെടുത്തിയാണ് രണ്ടാം ഘട്ട പട്ടിക പുറത്തുവിട്ടത്. കുമ്മനം രാജശേഖരൻ ആറന്മുളയിലും ബി. ഗോപാലകൃഷ്ണൻ ഗുരുവായൂരിലും സ്ഥാനാർത്ഥികളാകും. നേരത്തെ ആറന്മുള സീറ്റ് ബി.ഡി.ജെ.എസിനായിരുന്നു ബി.ജെ.പി നൽകിയത്. ബിഗ് ബോസ് താരം റോബിൻ രാധാകൃഷ്ണനാണ് കുണ്ടറയിൽ ബി.ജെ.പി സ്ഥാനാർത്ഥി. ഗോവ ഗവർണർ സ്ഥാനം ഒഴിഞ്ഞ് കേരളത്തിൽ തിരിച്ചെത്തിയ പി.എസ്. ശ്രീധരൻപിള്ള രണ്ടാം ഘട്ട പട്ടികയിലും ഉൾപ്പെട്ടില്ല. എം.ടി. രമേശിനും സീറ്റ് നൽകിയിട്ടില്ല. ഞാൻ ഒരു കാരണവശാലും മത്സരിക്കില്ല. ബി.ജെ.പിയുടെ ദേശീയ ചുമതലക്കാരനോടും സംസ്ഥാന അധ്യക്ഷനോടും എൻ്റെ ആശയകുടുംബം, ഞാൻ ബി.ജെ.പിക്ക് അപ്പുറത്തേക്കാണ്, ആശയകുടുംബത്തിലെ ഏറ്റവും ടോപ്പിലുള്ള ആൾക്കാർ ഇവിടെ വന്ന് എന്നോട് ആവശ്യപ്പെട്ടിട്ടും ഞാൻ ഇത്തവണ മത്സരത്തിനില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞയാളാണ്. തിരുവനന്തപുരം മണ്ഡലത്തിൽ രണ്ടാം ഘട്ട പട്ടികയിലും സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചില്ല. ഇവിടെ മറ്റു പാർട്ടികളിൽ നിന്ന് ബി.ജെ.പിയിലെത്തുന്ന ആരെങ്കിലും സ്ഥാനാർത്ഥിയാകുമെന്നാണ് സൂചന. ഇതിനുള്ള നീക്കങ്ങളും ബി.ജെ.പി സജീവമാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള സീറ്റുകളിലും നാളത്തോടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടാകും. മീഡിയ 1 തിരുവനന്തപുരം.